ഇത്രയൊക്കെ ആയിട്ടും ഈ CPM പഠിക്കുന്നില്ല, പാഠം പഠിക്കുന്നില്ല എന്നുള്ളത് ഒരു വലിയ കഷ്ടം. എന്നെ തല്ലണ്ട അമ്മാവാൻ ഞാൻ നന്നാവൂല എന്ന് പറഞ്ഞില്ലേ ഒരാൾ, അതേ അവസ്ഥയിലാണ്. മൊത്തം തോറ്റ അമ്പി പിണറായി വിജയനെയും MV ഗോവിന്ദനെയും പോലെയുള്ളവർ കണ്ടാൽ അടിച്ചോടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് CPMന്റെ അണികൾ തന്നെ മാറിയ ഒരു കാലഘട്ടമാണ്. ഒപ്പം നമ്മളെ പഴയ മേയറൂട്ടിയുണ്ട് അതെ, ആ കൂട്ടത്തിൽ. അപ്പോഴും ഈ ഇവരെ ഈ പാർട്ടി തിരുത്താനോ അണികളെ തിരുത്താനോ ഇവരുടെ പ്രവർത്തനങ്ങളിൽ ഒരു മാറ്റം വരുത്താനോ ഇവർ തയ്യാറാവുന്നില്ല എന്നുള്ളതൊരു വല്ലാത്ത ഒരു കഷ്ടമായി മാറി. അത് സൈദ്ധാന്തിക വിഷയങ്ങളാണല്ലോ ഇവരെപ്പോഴും കൈകാര്യം ചെയ്യുന്നത്. സൈദ്ധാന്തികം എന്ന് പറയുമ്പോൾ സിദ്ധാന്തപരമായി അതിന് മാറ്റം വരുത്തണം. ഒരു ഒറ്റയടിക്ക് കോൺഗ്രസിനെ പോലെ മാറ്റാൻ പറ്റില്ലല്ലോ അവർക്ക്. അവിടെ ചിന്തകന്മാർ ചിന്തിച്ച് അത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇംഗ്ലീഷുള്ള സിദ്ധാന്തങ്ങൾ മനസ്സിലാക്കി, മാർക്സ് എന്ന് പറഞ്ഞു, എംഗൽസ് എന്ന് പറഞ്ഞു, ദസ്കാപ്പിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതേക്കുറിച്ച് വിലയിരുത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ അവർക്ക് നയങ്ങൾ മാറ്റാൻ വരുത്താൻ പറ്റുള്ളൂ. ഇവര് വിചാരിക്കുന്നത് ഹൈന്ദവ സ്ഥാപനങ്ങൾ, മതസ്ഥാപനങ്ങൾ, ഹൈന്ദവ ആചാരങ്ങൾ, അതുപോലെ ഹൈന്ദവ സാമൂഹിക പരിഷ്കർത്താക്കളുടേതായിട്ടുള്ള ജന്മദിനാഘോഷങ്ങൾ, ഇതൊക്കെ ഞങ്ങളിങ്ങ് ഏറ്റെടുത്താൽ ഞങ്ങൾക്ക് ഈ സമൂഹത്തിൽ ഭയങ്കര നിലയും വിലയും, എല്ലാ ജാതി സമുദായങ്ങൾക്കിടയിലും ഞങ്ങൾക്ക് വലിയ കൈ അയച്ചിട്ടുള്ള സ്വീകരണം എല്ലാം കിട്ടും എന്നാണ് ഇവർ വിചാരിച്ചത്. കണ്ണൂർ ഓർമ്മയുടെ ഗുരുദേവ ജയന്തിക്കാൻ കണ്ടവർ അവഹേളിക്കുന്ന രീതിയിലായി ഗുരുദേവനെ ചങ്ങലക്കിട്ട് കൊണ്ടുവന്ന പ്ലോട്ട് അവതരിപ്പിച്ചു കളഞ്ഞു. അങ്ങനത്തെ ടീമുകളാണ് ഇപ്പൊ ദാണ്ട വീണ്ടും ഇതേ കണ്ണൂരിൽ നിന്ന് തന്നെ. ഇവർക്ക് വെളിവും വെള്ളിയാഴ്ച ഇല്ല എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇവന്മാർ ഈ കർക്കിടക വാവ് ദിനത്തിൽ പന്നിയിറച്ചി ചലഞ്ച് സംഘടിപ്പിച്ചിരിക്കുക. അത് ഓർത്തോണം, ഒരു സ്ഥലത്ത് ഇവർ കർക്കിടക വാവ് ബലിക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഒരുക്കുന്നു, കാക്കയെ വരെ കൊണ്ട് കൊടുക്കും. ആംബുലൻസ് ബലിച്ചോറ് തിന്നാനുള്ള കാക്കയെ വരെ ഉള്ളവരായതുകൊണ്ട് ബലിച്ചോറും ഉണ്ട് അവർക്ക് പ്രിയപ്പെട്ടതാണ്. അതേസമയം അവിടെ തന്നെ മറ്റൊരു സ്ഥലത്ത് ഇവർ പന്നിയിറച്ചി ചലഞ്ച് സംഘടിപ്പിക്കുകയാണ്. കിലോയ്ക്ക് വെറും 370 രൂപയോ മറ്റോ. ഈ പയ്യാമല ബീച്ചിലാണ് ഇവർ ഈ കർക്കിടക വാവിന് വേണ്ട IRPC എന്ന് പറയുന്ന ഇവരുടെ ഒരു പാലിയേറ്റീവ് കെയർ സംഘടനയുണ്ട്. ആ സംഘടനയുടെ നേതൃത്വത്തിൽ അവിടെ വേണ്ട കാര്യങ്ങൾ ആംബുലൻസ് അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. എന്നിട്ട് ഈ പടിയൂർ കരവൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു AKG ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിലാണ് പന്നിയിറച്ചി ചലഞ്ച് സംഘടിപ്പിച്ചത്. അല്ല, ഈ പന്നിയിറച്ചിയും കർക്കിടകവും തമ്മിൽ എന്താണ് ബന്ധം എന്ന് ആലോചിക്കാൻ വരട്ടെ. നമ്മൾ അന്വേഷിച്ചപ്പോൾ ഈ പന്നിയിറച്ചി ചലഞ്ച് നടത്തുന്നത് കർക്കിടക ബലിയുടെ ഭാഗമായിട്ടല്ല, ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ട്. എന്നാൽ അത് ഓണത്തിന് നടത്തിയാൽ പോരെ, ഇനിയും കിടക്കുന്നത് 10-12 ദിവസം. എന്നാൽ ഓണത്തിന് നടത്തിയാൽ പോരെ, അത് പോരാ, അവർക്ക് കർക്കിടക വാവ് ദിവസം തന്നെ ഈ പന്നിയിറച്ചി ചലഞ്ചാണ്. ഇത് പുതിയ ട്രെൻഡാണ്. VS-നെ കുറിച്ചുള്ള സപ്ലിമെന്റില്ലേ, കള്ളം വിജയനെ കുറിച്ചുള്ള സ്റ്റോറി ഉൾപ്പെടുത്തിയില്ലേ, അതുപോലെയാണ്. അതുപോലെയാണ് കറുത്ത വാവും പന്നിയിറച്ചി. ഇത് തമ്മിൽ ഇപ്പം നമ്മുടെ നാട്ടിൽ ട്രെൻഡ് ആയിരിക്കുന്ന പഴംപൊരിയും ബീഫും പോലെ. അതെ, പഴംപൊരിയും ബീഫും പോലെ, എന്തോ മത്തിക്കറിയും അലുവയും എന്നൊക്കെ പറയുന്ന പോലെ ഇവരിത് അന്ന് ചെയ്യാൻ പോവാണ്. എന്താണ് ഇതിനകത്ത് ഇവർ ലക്ഷ്യമിടുന്നത്? ഒരു സൈഡിൽ ഇവർ ഞങ്ങൾ ഹൈന്ദവ ആചാരങ്ങൾക്ക് എതിരല്ല എന്ന് കാണിക്കാൻ വേണ്ടി കർക്കിടക വാവ് ബലിക്ക് ബലിയിടുന്നവരെ സഹായിക്കാനുള്ള നീക്കം. മാത്രമല്ല ഇപ്പൊ അമ്പല കമ്മിറ്റി ഭാരവാഹികൾ ഓൾറെഡി ഒരു സർക്കുലർ വന്നു കഴിഞ്ഞു. നിങ്ങളുടെ നാട്ടിലുള്ള SNDP, NSS തുടങ്ങിയ മതസമുദായ സംഘടനകളുടെ നേതൃത്വത്തിൽ നിങ്ങൾ സഖാക്കൾ ഇടിച്ചു കയറിക്കൊള്ളുക. അതുപോലെ അമ്പലം ഭരണസമിതികൾ പിടിച്ചെടുക്കുക. അങ്ങനെ അതിന്റെ ഭാഗമായിട്ട് പിടിച്ചെടുക്കാൻ പണ്ട് ഇവർ ശ്രമം നടത്തിയിരുന്ന അറിയാമോ? ഇവർ പണ്ട് SNDPയും NSSും ഈ ദളിത് സംഘടനകളൊക്കെ പിടിച്ചെടുക്കാൻ വേണ്ടി ആളിനെ വിട്ടിരുന്നു. അതിൽ SNDP കടന്നു കയറി അവരെ പിടിച്ചെടുക്കാൻ വേണ്ടി വിട്ട ഒരാളായിരുന്നു P. ഗംഗാധരൻ. അദ്ദേഹമാണ് പിന്നീട് SRPയിലേക്ക് നേതാവായിരുന്നു. മറ്റൊരു സാക്ഷാൽ TK രാമകൃഷ്ണനായിരുന്നു. അദ്ദേഹം മാന്യ മനുഷ്യനാണ് TK രാമകൃഷ്ണൻ. അവർ പഠിച്ചവനെ പറഞ്ഞിട്ട് നോക്കിയിട്ടും ഈ SNDP ഈ CPM ആക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടു. പക്ഷേ ദളിത് സംഘടനകൾ ഇവരെവിടെയൊക്കെ നുഴഞ്ഞു കയറി ആ സംഘടനകളെ പുലർത്തുകയോ എന്തോ പ്രശ്നം ഉണ്ടാക്കുകയോ ചെയ്തു. മാറ്റുവിൻ ചട്ടങ്ങൾ, അല്ലെങ്കിൽ ഞങ്ങളിത് മാറ്റുമെന്ന് പറഞ്ഞ കുമാരനാശാല്ലേ. അതെ. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഇവരുടെ ഒരു പ്രശ്നം, ഇപ്പം ഇവർക്ക് ഈ അമ്പലങ്ങളെല്ലാം പിടിച്ചെടുക്കണം. അമ്പലങ്ങൾ എത്രയോ കാലമായിട്ട് ഹൈന്ദവ സംഘടനകളുടെ കയ്യിലുള്ളതാണ്. അത് പ്രത്യേകിച്ചും RSSൻ്റെ കയ്യിലുള്ളതാണ്. അപ്പോൾ അവിടെ മതപാഠശാലകളുണ്ട്, രവിവാര പാഠശാലകളുണ്ട്, അങ്ങനെ ഒരുപാട് ആഘോഷങ്ങളുണ്ട്. അതുപോലെ ഉറിയടി, ശ്രീകൃഷ്ണ ജയന്തിക്ക് ഉറിയടി, ഉത്സവം വരുമ്പം അതിൻ്റെ ഈ അമ്പലങ്ങളുടെ ചുറ്റുപാടും കാവിക്കൊടി ഉയർത്തുക, ഇതെല്ലാം ഇത്രയും കാലം ഒരു കുഴപ്പമില്ലാതെ ഓരോ അമ്പലങ്ങളും നടന്നുകൊണ്ടിരുന്നു. പക്ഷേ ഇവന്മാർ അധികാരത്തിലേറി ഒരു 10 വർഷം അങ്ങോട്ട് ആകുന്ന ആ ഒരു സമയത്ത് ഇവന്മാർ വന്നിട്ട് ഇതെല്ലാം എതിർക്കുക. അല്ല, മാത്രമല്ല കുറേ നാൾ മുതൽ ഇവർ ആരംഭിച്ച വേറെ പരിപാടിയുണ്ട്. ഇവരെന്തെങ്കിലും പരിപാടി നടക്കുമ്പോൾ ശ്രീനാരായണ ഒരു ചട്ടാമ്പി സ്വാമി വിവേകാനന്ദൻ
തുടങ്ങിയവിടെ വലിയ കട്ടൗട്ടുകളവിടെ കൊണ്ടുവയ്ക്കും. അതെ. ഇത് കണ്ടാൽ തോന്നുന്നു ഇവരൊക്കെ പണ്ട് CPM നേതാക്കന്മാരായിരുന്നു. അതെ, യേശുക്രിസ്തുവിന്റെ പടം കൊണ്ടുവയ്ക്കുന്നുണ്ട്. എന്തിന് ചെഗുവേരയുടെ പടം വരെ ഇവിടെ വെക്കുന്നുണ്ട്. അമ്പലത്തിൽ കൊണ്ട് ചെഗുവേരയുടെ പടം വെക്കുന്നവന്മാരാണ് ഇവന്മാർ. അപ്പോൾ ഇത്തരം പരിപാടികൾ ഇങ്ങനത്തെ ഈ പിന്നെ കാവിക്കൊടി കണ്ടു കഴിയുമ്പോൾ ഇവന്മാർക്ക് ഹാലളവും. അപ്പോൾ ഈ കഴിഞ്ഞ ഒരു 3-4 വർഷം മുമ്പാണെന്ന് തോന്നുന്നു ഞങ്ങളുടെ നാട്ടിൽ ഓമല്ലൂരിൽ അവിടുത്തെ രക്തകണ്ഠസ്വാമി ക്ഷേത്രത്തിൽ ഉത്സവം നടക്കും. ഈ ഉത്സവം നടക്കുമ്പോഴത്തേക്ക് ഇവർക്കിത് പിടിച്ചെടുക്കണം. ഇവർക്ക് ഈ ഉത്സവം നടക്കുന്നിടത്ത് ഈ അമ്പലം പിടിച്ചെടുക്കണം. ഭരണസമിതിയൊക്കെ ഇവർ നല്ല വരുമാനമുള്ള അമ്പലമായിരിക്കും. അതെ. അപ്പം അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇവിടെ എല്ലാം കാവിക്കൊടി കിട്ടി. ഇപ്പോൾ ഇവന്മാർ സംഘടിച്ച് ഇനി വന്നു. ഈ സംഘടിച്ച് വന്നപ്പോൾ എന്ത് സംഭവിച്ചു? DYFIക്കാരെ ഇറക്കി വിട്ടിരിക്കുകയാണ്. ഇവർ കാവിക്കൊടി അഴിച്ചു മാറ്റുക സമരത്തിനിറക്കി. പക്ഷേ ഈ DYFIക്കാരെ നയിച്ച് എത്തിയത് ഇതര മതസ്ഥരാണ്. കളി മാറിയില്ലേ? പിന്നെ കളി അപ്പോഴത്തേക്ക് വർഗീയമായി. അപ്പം ഞാനിതവിടെ കണ്ടോണ്ടിരിക്കുകയാണ്. അവസാനം എന്ത് പറ്റി? അമ്പലത്തിൽ നിന്ന് ഭക്തജനങ്ങളെല്ലാം കൂടെ നാമജപവുമായിട്ട് ഇറങ്ങി വന്ന് നോക്കുമ്പോൾ 10-15 DYFI കണ്ട് ഈ നേതൃത്വത്തിൽ വഹിച്ചുകൊണ്ട് ഇതര മതസ്ഥർ നിൽക്കും. ഭയങ്കര ബഹളമായി. ഇവന്മാർ അമ്പലം തകർക്കാൻ വന്നതാണെന്നും പറഞ്ഞ് വലിയ പ്രചാരണം. പോലീസൊക്കെ വന്നു. അവസാനം ഇവന്മാർ ഓടി ഒഴവ് തുടങ്ങി. നമ്മളവിടെ നിന്നുകൊണ്ട് ഇത് സാധനം ലൈവ് എടുത്ത് നമ്മളന്ന് മറുനാടനകത്ത് ഞാൻ ഇത് അയച്ചു കൊടുത്തു. ഞാൻ മറുനാടൻ ജോലി ചെയ്യുന്ന സമയമല്ല, പക്ഷെ ഞാൻ അവിടെ നിന്നുകൊണ്ട് ഈ വീഡിയോ എടുത്തിട്ട് ഞാനിവിടെ ആർക്ക് ജസ്റ്റിനോ ആർക്കോ അയച്ചു കൊടുത്തു. ഇത് വലിയ വാർത്തയാണ്. അത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു ദിവസം കൊണ്ട് 1 മില്യൺ വ്യൂസിന് മേലും. ഇപ്പോഴും ഓമല്ലൂരിലെ ഈ വിഷയം വരുമ്പോൾ ഈ സംഭവമാണ് ഓമല്ലൂർ ഓട്ടം. അതിനുശേഷം ഇവന്മാർ ഈ പണിയും കൊണ്ടവിടെ ചെന്നിട്ടില്ല. ഇതിൻ്റെ എന്താ പറ്റിപ്പോയെന്ന് ചോദിച്ചാൽ DYFIക്കാർക്ക് ജാതിയും മതമൊന്നും ഇല്ല. അവർ എതിർക്കാൻ നിന്നാ, പക്ഷെ മുന്നിൽ നിന്നത് ഇതര മതസ്ഥരായിപ്പോയി. അപ്പോൾ പക്ഷേ ഇവിടെ ഉള്ളവർക്കുണ്ടല്ലോ, ഇവിടെ ഉള്ളവർക്ക് ഇതാണ് ഞാൻ പറഞ്ഞത്, ഒരു വെളിവ് വെള്ളിയാഴ്ചയില്ല. അപ്പോൾ എന്ത് സംഭവിച്ചു? അവസാനം ഇവരുടെ കൂട്ടത്തിൽ വന്നിട്ട് അന്നത്തെ ഏരിയ സെക്രട്ടറിക്ക് കാര്യം മനസ്സിലായി. ബാക്കി ലോക്കൽ സെക്രട്ടറി മറ്റുള്ളവരും എല്ലാം കൂടെ ഇവന്മാരെ കൊണ്ട് വന്നത്. ഏരിയ സെക്രട്ടറിക്ക് കാര്യം മനസ്സിലായി. സംഗതി പിടിവിട്ട് പോയി, കയ്യിൽ നിന്ന് പോയെന്നേ. ഒന്ന് ആലോചിച്ച്, അവിടെ വർഗീയ ലഹള ഉണ്ടാകുമ്പോൾ ഇത് കയ്യിൽ നിന്ന് വിട്ടുപോയിട്ട് അവസാനം ഈ ഏരിയ സെക്രട്ടറി PR പ്രദീപ് എന്നായിരുന്നു പേര്. അയാൾ പിന്നീട് 2-3 മാസത്തിനുള്ളിൽ ആത്മഹത്യ ചെയ്തു. ഇയാൾ ഇറങ്ങിയെന്ന് ഭയങ്കരമായിട്ട് ഇവന്മാരെ ചീത്ത വിളിച്ച് ഓടിച്ചു. എന്തോടാ എന്നെ കൊലയ്ക്ക് കൊടുക്കാൻ വന്നാന്നോന്നാ പുള്ളി ചോദിച്ചത്. എന്തോടാ നീയൊക്കെ കാണിക്കുന്നത്, നിനക്കൊന്നും വെളിവില്ലയോന്ന്. അവസാനം ഇവന്മാർ ഈ പ്രദീപ് ഒറ്റയ്ക്ക് പറഞ്ഞു വിട്ടു. ബാക്കിയുള്ളവരെല്ലാം ഈ പ്രദീപിനെതിരായിട്ട് അവിടെ നിലപാടെടുത്തു. പക്ഷെ പ്രദീപ് CPM ഏരിയ സെക്രട്ടറി അവിടെ പിന്നീട് 2-3 മാസം കഴിഞ്ഞപ്പോഴത്തെ അയാൾ സൂയിസൈഡ് ചെയ്തു. അത് നല്ലൊരു നേതാവായിരുന്നു. അപ്പം ഞാനിത് മൊത്തം ദൃക്സാക്ഷിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു അമ്പലത്തിലേക്ക് ഇതര മതസ്ഥർ കൊടിയഴിക്കാൻ പറ്റുക, അമ്പലത്തിൽ കെട്ടിവെച്ചിരിക്കുന്ന കൊടിയഴിക്കാൻ പറ്റുക, അവിടെ കലാപം നടന്നില്ലെങ്കിലല്ലേ ഉള്ളൂ അതിശയം എന്നത് പറഞ്ഞ പോലെയാണ് ഇത്. ഈ പന്നിയിറച്ചി ചലഞ്ച്, വേറെ സാധാരണ ബീഫ് ചലഞ്ചാണ് ഇവന്മാർ നടത്താറുള്ളത്. ചുംബനം, ബീഫ്, ഇതിനോടൊക്കെയാണ് ഇവർക്ക് താല്പര്യം. ഇപ്പൊ ഈ പന്നിയിറച്ചി ഇവന്മാർ എന്തിനാണ് പൊക്കിക്കൊണ്ടുവന്നതെന്ന് മനസ്സിലായി. അതും കർക്കിടകമാകും. അത് ആരുടെയോ ചിന്തയിലാണ്. ശരിക്കും പറഞ്ഞാൽ ഇനി പോർക്ക് സഹാക്കൾ എന്ന് വിളിക്കേണ്ടി വരും. അതാ, ഈ ഓണത്തിനാണ് അവരുടെ അവിടെ ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ടുള്ള ചലഞ്ചാണ്. ഇവർക്കെല്ലാം ചലഞ്ചാണല്ലോ. ഈ ചലഞ്ചിലൂടെയാണ് ഇവർ കൊള്ളകൾ മുഴുവൻ അടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ ബിരിയാണി ചലഞ്ച്, ബക്കറ്റ് പിരിവ് ചലഞ്ച്, ഇതുകൊണ്ട് ഇതിനൊന്നും കണക്ക് വേണ്ടല്ലോ. ബക്കറ്റ് പിരിവായിട്ട് ഞങ്ങൾ ആക്രി ചലഞ്ച്, ഇതൊക്കെയാണ് ഇവർ. പന്നി വിളമ്പാൻ അവർ ധൈര്യപ്പെടത്തില്ല. അവർക്ക് ഏകദേശം മതിയായി. ഇപ്പം 35 പേരെ കൊണ്ട് കരക്ക് കയറി ഇരിക്കുന്നതിന് പ്രധാന കാരണം ഈ പന്നി വിളമ്പൽ പോലെയുള്ള പരിപാടികൾക്കൊക്കെ പോയതാണ്. അത് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് അതിനവർ, പക്ഷെ അവർ ബീഫാണ് വിളമ്പും. പിന്നെ ഹൈന്ദവ ആചാരങ്ങൾക്ക് നേരെ അവർ കൊഞ്ഞനം കുത്തും. അത് ഒരു സത്യമായ കാര്യമാണ്. മറ്റ് മതങ്ങളുടെ ആചാരങ്ങൾക്ക് നേരെ അവർ കണ്ണടയ്ക്കും. എന്തായാലും ഈ നേതാക്കന്മാരെ ഭാര്യമാരും മക്കളും അമ്പലത്തിൽ പോയി അവിടെ കിടന്ന് ഉരുള് നേർച്ച നടത്തുകയാണല്ലോ. അതെ. അപ്പോഴും നമ്മളൊന്ന് ആലോചിച്ചോണം, ഈ കുത്തിത്തിരിപ്പും വർഗീയതയും പറയുന്നതിൽ ഇവിടെ ഏറ്റവും നമ്പർ 1 CPM ആണ്. അവരെ കഴിഞ്ഞ പോലെ കുത്തിത്തിരിപ്പും വർഗീയതയും ഉണ്ടാക്കാൻ ഇവിടെ വേറെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും സാധിക്കില്ല. അതിനാണ് ഇന്നലെ കണ്ടില്ലേ പിണറായി വിജയൻ ആ കാണാതായ പയ്യൻ്റെ വീട്ടിൽ ചെന്നിട്ട് ചോദിക്കുന്നത്, ഇവിടുത്തെ സംസ്ഥാന സർക്കാരിന്റെ പരാജയമായോണ്ടല്ലേ BJP-കാരന്റെ സഹായം തേടേണ്ടി വന്നത്. മാത്രമല്ല വേറൊരു DFI നേതാവ് ചോദിക്കുകയാണ്, ഈ ഇവരെ വീട്ടിലേക്ക്, ഈ മരിച്ചാളുടെ വീട്ടിലേക്ക് ക്രിസ്ത്യൻ മന്ത്രിമാരല്ലേ അയച്ചതെന്നാണ്. അതെ, ക്രിസ്ത്യൻ മന്ത്രിമാരെയാണ് നിങ്ങൾ അയച്ചേക്കണമെന്നാണ് ചോദിച്ചത്. എന്താ ഈ ഇവർ മരിച്ച കടലിൽ പോയവർ ക്രിസ്ത്യാനികളാണ്, നിങ്ങൾ ക്രിസ്ത്യൻ മന്ത്രിമാരാണ് അയച്ചതെന്ന് പറഞ്ഞ പ്രസംഗിക്കുന്നുണ്ട്. അതാ, ഇതൊക്കെയാണ് ഇവരുടെ ഒന്നും മനസ്സിൽ ഈ വർഗീയതയും കുത്തിത്തിരിപ്പും ഈ ജനങ്ങളെ തമ്മിൽ അടിപ്പിക്കലും
അല്ലാതെ ഒന്നുമില്ല. അല്ലെ CPM പണ്ട് മുതൽ അവിടെ ജാതി തന്നെയാണ് മുഖ്യ ഘടകം. അതെ. കോൺഗ്രസിൽ വേറെ ഗ്രൂപ്പാണ്, നേതാക്കന്മാരെ പേരുള്ള അവിടെ ഗ്രൂപ്പ്. ജാതിക്കും ജാതി മതത്തിനും സ്ഥാനമില്ല. മതമൊന്നുമില്ല, അവിടെ സ്ഥാനമാനം പൈസ പിന്നെ അതുപോലെ ഈ ഗ്രൂപ്പാണ്. ഇവിടെ അതല്ല, ഇവിടെ ജാതി തന്നെയാണ്, പച്ചയ്ക്ക് ജാതിയാണ്. ഒന്നുകൂടെ ആവർത്തന വ്യവസ്ഥ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക, M. സുകുമാർ എഴുതിയ ശേഷക്കറി എന്നുള്ള നോവലിൻ്റെ കൃതി എവിടെയെങ്കിലും കിട്ടുമെങ്കിൽ ഒന്നെടുത്ത് വായിച്ചു. ഇതിനെ കൊണ്ട് വിശദീകരിക്കുന്നില്ല, നിങ്ങൾക്ക് അത് വായിച്ചാൽ മനസ്സിലാവും. അതിൻ്റെ കഥാപാത്രം പറയുന്നുണ്ട്. വർഗ സമരത്തിന്റെ അർത്ഥം എനിക്ക് ഇപ്പൊ മനസ്സിലായി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതാണ് അവിടെ നടക്കുന്നത്. വർഗ സമരം എന്ന് പറഞ്ഞാൽ വർഗീയ സമരമാണ് എന്നുള്ളതാണ്. ഇപ്പൊ അത് തന്നെയാണ് ഇപ്പൊ ഈ കണ്ണൂരിൽ കണ്ടത്. കണ്ണൂരിലാണ് പണ്ട് ശ്രീനാരായണ ഗുരുവിന്റെ കാര്യത്തിൽ കൂടി. പിന്നെയോ ഇവന്മാരെ ജയരാജൻ ജില്ലാ സെക്രട്ടറി ആയ സമയത്ത് ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്രയൊക്കെ നടത്തി. ഈ കാവിക്ക് പകരം ചോപ്പ് കൊടുത്തെന്ന് തോന്നുന്നു. അതാണ് ഈ കാവിയാണല്ലോ ഇതിൻ്റെ അകത്തെല്ലാം ഉപയോഗിക്കുന്നത്. അതിപ്പോ ഇവര് പറയുന്നത് BJPയുടെ ചിഹ്നമാണ്. അതെങ്ങനെയാണ് BJPയുടെ ചിഹ്നമാണ്? ഇവിടെ പുരാതന കാലം മുതൽ സന്യാസിമാർ ഉപയോഗിച്ചു വന്നിരുന്ന ഒരു വസ്ത്രമാണ് കാവി എന്ന് പറയുന്നത്. ഈ കാവി എന്ന് പറയുന്നത് BJP അത് ഏറ്റെടുത്തതാണ്. BJP അവരുടെ അതിലേക്ക് ഏറ്റെടുത്തു എന്നുള്ളതേ ഉള്ളൂ. അത് വെച്ച് കാവി ആരുടെയും സ്വന്തമല്ല. അതുപോലെ വന്ദേമാതരം പാടുന്നതിന് എതിർപ്പുമായിട്ട് വരുന്ന ആൾക്കാരോട്. വന്ദേമാതരം ഇന്ത്യയുടെ ദേശീയ ഗീതമാണ്, ദേശീയ ഗാനം പോലെ തന്നെ ദേശീയ ഗീതമാണ്. അത് പാടുന്നതിനകത്ത് ഇവിടെ യാതൊരു ബുദ്ധിമുട്ടും. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം ആരംഭിക്കുമ്പോൾ ആനന്ദമഠം നോവൽ വന്ന ഇതാണ് വന്ദേമാതരം. അത് ഈ പിന്നെ ഭഗത് സിംഗ് വരെ വന്ദേമാതരം വിളിച്ചു എന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്താണ് ഇത് വന്നിരിക്കുന്നത്. ഏതായാലും ഈ പാർട്ടി ചുരുങ്ങി ഈ കേരളത്തിലേക്ക് മാത്രമായി അവിടെ പോയി ഇത്രയും തോറ്റമ്പീട്ടും കുത്തിത്തിരിപ്പിനും വർഗീയതയ്ക്കും യാതൊരു കുറവുമില്ല എന്നാണ് ഈ കണ്ണൂരിലെ സംഭവം തെളിയിക്കുന്നത്.